യുഎസിനെ മുതലെടുത്ത രാജ്യങ്ങളിൽ നിന്ന് തിരിച്ച് തീരുവകളിലൂടെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് ട്രംപ്. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്ക് മേൽ തന്റെ ഭരണകൂടം കനത്ത തീരുവ ചുമത്തുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് ഈ നീക്കം വർഷങ്ങളായി അമേരിക്കയെ മുതലെടുത്തവരിൽ നിന്ന് രാജ്യത്തേക്ക് കോടിക്കണക്കിന് ഡോളർ ഒഴുക്കാൻ കാരണമാകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വ്യക്തമാക്കി. പരസ്പരം താരിഫുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും. വർഷങ്ങളായി അമേരിക്കയെ മുതലെടുത്ത് പരിഹസിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള കോടിക്കണക്കിന് ഡോളർ യുഎസിലേക്ക് ഒഴുകാൻ തുടങ്ങും. അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞതാണ്. നമ്മുടെ രാജ്യം പരാജയപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു തീവ്ര ഇടതുപക്ഷ കോടതിക്ക് മാത്രമേ അമേരിക്കയുടെ മഹത്വത്തെ തടയാൻ കഴിയൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നതിനുള്ള പിഴയായി ഇന്ത്യൻ കയറ്റുമതികൾക്ക് 25% അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണിത്. യുഎസിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയുടെ മൊത്തം താരിഫ് 50% ഉയർന്നതിന് ശേഷം റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യയെ ലക്ഷ്യമിടുന്ന യുഎസ് അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഇറക്കുമതി വിപണി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും 1.4 ബില്യൺ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെയ്യുന്നതെന്നും ഉൾപ്പെടെയുള്ള ഈ വിഷയങ്ങളിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്.